കരാട്ടയുടെ ഒരു പ്രത്യേകത തന്നെ അതിന്റെ കെട്ടിലും മട്ടിലും എല്ലാം വസ്ത്രധാരണത്തിലായാലും ക്ലാസ്സുകളുടെ ഡോജോകളുടെ രീതികളായിരുന്നാലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിന്റെ കാലാനുസൃതമായ മാറ്റങ്ങളായിരുന്നാലും അങ്ങനെ എല്ലാം അതൊരു പ്രൊഫഷണൽ ടച്ചിലൂടെ നീങ്ങുന്ന ഒരു അഭ്യാസം. ഒരു മറ്റ് മാർഷൽ ആർട്ടുകളെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അഭ്യാസം. അങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആള് നല്ലൊരു പ്രൊഫഷണൽ ലെവലിൽ ഉയർന്നു ഇതിന്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ഇതുകൊണ്ട് മാത്രം അന്തസ്സായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നത് ഒരുപാട് വർഷം ജീവിതത്തിൽ പറയാൻ സാധിക്കും. ചെയ്യേണ്ടത് എല്ലാ സാധ്യതകളും നമ്മൾ പരിഗണിക്കണം, എല്ലാം പഠിക്കണം, വളരെ വിശദമായിട്ട് നമ്മൾ അഭ്യാസത്തെ പഠിക്കുകയും വേണം. അതിന്റെ എല്ലാ സാധ്യതകളും പഠിക്കണം. ഇതിനെ നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാക്കി പഠിപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആളുകളുടെ എല്ലാ വിഭാഗം ആളുകളെ ഉൾക്കൊള്ളത്തക്ക അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നിരവധിയായിട്ടുള്ള സാധ്യതകളാണ്. അതിനൊരിക്കലും കച്ചവടമാക്കണം എന്നുള്ള അർത്ഥം ഇതിനില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊരു പരിശീലിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ആ പ്രൊഫഷണലിസം ഒരിക്കലും നമ്മളെ കൈവിടാതെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പല മാർഷൽ ആർട്ടുകൾക്ക് സംഭവിച്ചിട്ടുള്ള അപജയം കരാട്ടയ്ക്ക് വരാതിരിക്കണമെങ്കിൽ എല്ലാ അഭ്യാസികളും നല്ല പ്രൊഫഷണൽ ലെവലിലേക്ക് ഉയരണം. അതാണ് എനിക്ക് ഊന്നി പറയാനുള്ളത്. ചെറിയ കുട്ടികളാണ് ഇപ്പോൾ ക്ലാസ്സുകളിലൊക്കെ കൂടുതലായിട്ടും വരാറ്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും അതുവരെ പഠിച്ചു പോകുന്നു. പിന്നീട് ഇങ്ങോട്ട് അവരെ കാണാതെ മുൻ തലമുറകൾ അങ്ങനെയല്ല. ധാരാളം മുതിർന്ന ആളുകളെ നമുക്ക് നല്ല ട്രെയിനേഴ്സിനെ വാർത്തെടുക്കാൻ സാധിക്കാം. അതുകൊണ്ട് തന്നെ അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകളുടെ അവസ്ഥ എന്താവും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു പ്രൊഫഷണലിസത്തിന്റെ പ്രത്യേക പ്രാധാന്യം. എന്തുകൊണ്ട് പുതിയ കുട്ടികൾ ഈ മേഖലയിലേക്ക് അധ്യാപകരായിട്ട് കടന്നു വരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റേതൊരു പ്രൊഫഷണലിനെ പോലെ അന്തസ്സുള്ള തൊഴിലാണ് എന്ന് കാണിച്ചു കൊടുത്ത് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത് പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ചുമതല കൂടി ഇന്നത്തെ അധ്യാപകർക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പെടുന്നു. ഇവിടെയാണ് പ്രൊഫഷണലിസത്തിന്റെ പ്രത്യേകത.